Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ അവനെ കണ്ട് സൈറ്റാൻ ആണെങ്കിൽ ഇപ്പൊ അവന് നേരെ കൈവീശി കാണിക്കും. ഇത് ഞാനാണ് സൈറ്റാൻ, നീ എന്നെ ഇത്ര വേഗം മറന്നുപോയോ? ദയവ് ചെയ്ത് നീ ഇനി ആരെ ഉപദ്രവിക്കാനായിട്ട് പാടില്ല. അത് കേട്ട് പിക്കലോ ആണെങ്കിൽ സൈത്താനോട് പറയും, സ്റ്റോപ്പ് ദ ഫക്ക്. നീ എന്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. അവനിപ്പോ നിന്റെ പഴയ ബൂ അല്ല. ഈ ബൂ നിന്നെ തിരിച്ചറിയാനായിട്ട് പോകുന്നില്ല. അവൻ ഉറപ്പായാലും നമ്മുടെ എല്ലാവരുടെയും നാശം കാണാനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ പ്രതീക്ഷ കൈവിടാതെ സൈറ്റാൻ ആണെങ്കിൽ ആ പട്ടിക്കുട്ടിയെ എടുത്ത് കാണിക്കും. നിനക്ക് ഈ പട്ടിക്കുട്ടിയെയും ഓർമ്മയില്ലേ? ഇത് നിന്റെ പെറ്റാണ്. ആണെങ്കിൽ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവനങ്ങനെ ഹായി ആയിട്ട് നിൽക്കും. പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെടും. മണ്ടത്തരം ചെയ്യാതെ അവിടെ മാറി നിൽക്ക്. അത് കേട്ട് സൈറ്റാൻ ആണെങ്കിൽ ആ പട്ടിക്കുട്ടിയെ തന്നെ നോക്കുകയാണ്. ഇവിടെ ഗോഹാൻ ആ ബോനെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. പഴയ ശക്തി, പവർ അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവനിപ്പോൾ റീഗെയിൻ ചെയ്ത് പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ ഇത്രയും വേഗം ഇത്രയും ശക്തിശാലിയായി മാറുമെന്ന്. ഇവിടെ ഗോക്കുവും കായും എല്ലാവരും അമ്പരപ്പോട് കൂടെ ആ കാഴ്ചകൾ കാണും. എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. നടക്കാൻ പോകുന്ന എന്താണെന്ന് പറയാൻ പോലും കഴിയില്ല. മാജിക് ബൂ ആണെങ്കിൽ അവരെ നോക്കി പരിഹസിച്ചിരിക്കും. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ആദ്യം എനിക്ക് കയ്യിൽ കിട്ടേണ്ടത് ആ പീക്കിരി പിള്ളേരെയാണ്. അവരെ ഞാൻ എന്റെ കൈ കൊണ്ട് തല്ലി കൊല്ലും. ഗോഹാൻ പറയും, അവരല്ല, ഞാനാണ് നിന്നോട് പോരാടുന്നത്. എന്നെ ബൂ ആണെങ്കിൽ നിർത്താതെ കളിയാക്കി കൊണ്ടേയിരിക്കും. എന്തുപറ്റി? ആ പിള്ളേരുടെ ശക്തിയൊക്കെ ഇത്ര വേഗം ചോർന്നു പോയോ? അതിനവര് പറയും, ഞങ്ങളുടെ ശക്തി ചോർന്നു പോയിട്ടില്ല. വീണ്ടും ഫ്യൂഷൻ ചെയ്ത് നിന്നെ ഇല്ലാതാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. മുൻപ് നടന്ന ഫൈറ്റ് ഇത്ര വേഗം നീ മറന്നുപോയെന്ന് ചോദിച്ച് അവരാണെങ്കിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആവുകയാണ്. ഇവിടെ പിക്കലോ ആണെങ്കിൽ അവർ രണ്ടുപേരെയും തടയും. പക്ഷെ അത് കേൾക്കാതെ അവർ ചാടിപ്പോയി അവന്റെ മുൻപിൽ നിൽക്കും. ആ സമയം പോവും. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഗ്യാപ്പിൽ ഇപ്പൊ അവന്റെ ബോഡിയിൽ നിന്ന് കുറച്ച് ഫ്ലഷ് അതങ്ങനെ താഴേക്ക് ഒഴുക്കും. ആ ഫ്ലഷ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് നേരെ പോവാണ്. കുട്ടിയാണെങ്കിൽ ആ ഒരു ഫ്ലഷ് അത് അടുത്തേക്ക് വരുന്നത് കണ്ട് അതിനെ നോക്കി കുരയ്ക്കും. ഇവിടെ ഗോഹാൻ ആണെങ്കിൽ ഗോട്ടനോടും ട്രങ്ക്സിനോടും മാറി നിൽക്കാനായിട്ട് പറയും. ഇതെന്റെ പോരാട്ടമാണ്, ഇവിടെ ഞാൻ ഫൈറ്റ് ചെയ്യും, നിങ്ങൾ മാറി നിൽക്ക്. ഇവിടെ ബൂ ആണെങ്കിൽ പല്ല് കടിക്കും. അതെ, അവരെത്രയും വേഗം ആ ഫ്യൂഷനിലേക്ക് പോകണമെന്ന് പറയും. അടുത്ത നിമിഷം അവർ രണ്ടുപേരും ഫ്യൂഷനിലേക്ക് പോവാണ്. ഗോഹാൻ ആണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഫ്യൂഷൻ ടെക്നിക്ക് അത് ശരിക്കും അടിപൊളിയാണെന്ന് പറയും. ദൂരത്തായിട്ട് നമ്മുടെ സൈറ്റാൻ ആണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. രണ്ടു കുട്ടികൾ എങ്ങനെ ഇപ്പൊ ഒന്നായി ഒരാളായി മാറിയത്? ശരിക്കും ഇവിടെ എന്താ നടക്കണേ? ഇവർ മനുഷ്യരാണോ മറ്റേതെങ്കിലും ഏലിയൻസ് ആണോ ചിന്തിക്കും. ആ സമയം പട്ടിക്കുട്ടിയാണെങ്കിൽ നിർത്താതെ ആ ഒരു ഫ്ലഷ് പീസ് കണ്ട് കുരച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യും. ആ ഒരു ചെറിയ പയ്യന്റെ പവറും വലിയ പയ്യന്റെ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എനിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവന്റെ ഫ്ലഷ് അവർക്ക് നേരെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. പട്ടിക്കുട്ടിയാണെങ്കിൽ ബഹളം വെച്ച് സൈറ്റാനെ അത് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കും. പക്ഷെ ആ കാര്യം തിരിച്ചറിയാതെ പട്ടിക്കുട്ടി അങ്ങനെ ഇറക്കി പിടിച്ച് നിൽക്കുകയാണ്. ആ ഫ്ലഷ് ആണെങ്കിൽ ഏകദേശം അവരുടെ അടുത്തെത്തി കഴിഞ്ഞു. അതുകൊണ്ട് പട്ടിക്കുട്ടിയാണെങ്കിൽ ചാടി മുൻപോട്ടേക്ക് ഓടും. സൈറ്റാനാണെങ്കിൽ പട്ടിക്കുട്ടിയെ പിടിക്കാൻ അതിന്റെ പിന്നാലെ ഓടും. അടുത്ത നിമിഷം ആ കാഴ്ച കാണും. പക്ഷെ അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു വലിയ ഫ്ലഷ് അതിപ്പോ നമ്മുടെ ഗോട്ടക്സിനെ കവർ ചെയ്യാണ്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗം പിക്കലോയും കവർ ചെയ്ത് അവർ രണ്ടുപേരെ അബ്സോർബ് ചെയ്തെടുക്കും. അവനാണെങ്കിൽ കൺട്രോൾ പോയി ദേഷ്യപ്പെട്ട്, മാജിക് ബൂ നീ എന്തായി ചെയ്യണേ, മര്യാദയ്ക്ക് അവരെ വിടാനായിട്ട് പറയും. ഉടനെ മാജിക് ബൂ ആണെങ്കിൽ ഇനി അവരുടെ പവർ അതെനിക്ക് സ്വന്തം പറഞ്ഞ് അവനെ ഗോട്ടക്സിനെയും അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഷോക്കാവും. നോ, എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു ഇതുപോലെ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്ന്. ഇത്രയും വലിയൊരു ചതി അത് അവൻ ചെയ്യുമെന്ന് കരുതിയതല്ല. ഗോഹാൻ അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയും. ഇവിടെ ഗോഹാൻ ആണെങ്കിൽ പല്ല് കടിച്ച് അവനോട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. മാജിക് ബൂ ആണെങ്കിൽ ഗോഹാനോട് പറയും, നീ ഇവിടെ വന്നതിന് അർത്ഥം ഉണ്ടായി. അൾട്ടിമേറ്റ് മാജിക് ബൂവിന്റെ പവർ എന്താണെന്ന് നീ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവന്റെ തലയിലെ വാല് വെച്ച് ആ പാറ തകർക്കും. ഞാനാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, സത്യത്തിൽ നീ ഒരു ചതിയനാണ്. അതിന് ബൂ പറയും, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തിയുള്ളവൻ ഞാനാണ്. പക്ഷേ എന്നെ കഴിഞ്ഞ് ശക്തി ആർജിച്ച് നീ എന്റെ മുൻപിലേക്ക് വന്നു. ഇത് മാത്രമാണ് എനിക്കിത് ചെയ്യേണ്ടി വന്നതെന്ന് അവനാണെങ്കിൽ ഗോഹാനോട് പറയും. എന്നെ കഴിഞ്ഞ് പവർഫുൾ ആവാനായിട്ടാണ് ഞാനിത് ചെയ്തത്. വളരെ മുൻപ് തന്നെ ആ കുട്ടികളുടെ പവർ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്ന് അവരുടെ ഫ്യൂഷൻ ടെക്നിക്കിന് ലിമിറ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സമയം നിങ്ങളെ ഡൈവേർട്ട് ചെയ്തും വെറുതെ ഫൈറ്റ് ചെയ്തും ഞാൻ സമയം കളഞ്ഞത്. 1 മണിക്കൂർ അവർക്ക് ഫ്യൂഷൻ ചെയ്യാനുള്ള സമയം ഞാൻ കൊടുത്തു. അവർ ഫ്യൂഷൻ ചെയ്ത ഒരു നിമിഷത്തിൽ തന്നെ എന്റെ ട്രിക്ക് ഉപയോഗിച്ച് ഞാൻ അവരെ അബ്സോർബ് ചെയ്ത് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയ ആളായിട്ട് മാറി. ഇപ്പൊ ഞാനാണ് പവർഫുൾ പേഴ്സൺ. അത് കേട്ട് ഞാനാണെങ്കിൽ അവനോട് പറയും, ഒരു കാരണവശാലും നിനക്ക് ജയിക്കാനായിട്ട് കഴിയില്ല. നിനക്ക് അത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ എന്റെ പവർ അബ്സോർബ് ചെയ്തെടുത്ത് ജയിച്ചേനെ. പക്ഷേ നീ അത് ചെയ്തില്ല. അത് കേട്ട് മാജിക് ബൂ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. എനിക്ക് പോരാടാനാണ് ശക്തി ആവശ്യം. നിന്റെ പവർ കൂടെ അബ്സോർബ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആരോട് പോരാടും?
പറ്റിയ കോമ്പറ്റീഷൻ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഇതിനു വേണ്ടിയാണെന്ന് പറയും. ഇവിടെ ഗോകുവും ടീമും ആണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഒരുപാട് ഭയപ്പെടുകയാണ്. ഇതാ മാജിക് ബൂ ആണെങ്കിൽ ഇപ്പൊ ഗോഹാനോട് പറയും, ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഒരു പരിധി പോലും ഞാൻ വിട്ടുതരില്ല. ഗോട്ടക്സിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത്ര പവറൊന്നും എനിക്ക് ലഭിച്ചില്ല, അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് പരമായിട്ട് മാത്രമേ ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യൂ. അത് കേട്ട് ഗോഹാനാണെങ്കിൽ ഇപ്പോൾ അവനോട് പറയും, നീ ഇങ്ങനെ ചിന്തിക്കുന്നതിന് കാരണം പിക്കലമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരു കാരണവശാലും ഈ അവസരത്തിൽ നിന്നെ വെറുതെ വിടില്ല. അതിന് ബൂ പറയും, ഇത് നിന്റെ മരണമാണ്. ഉടനെ ഗോഹാൻ, അതെ, ഒരുപക്ഷെ ഞാൻ മരിച്ചേക്കാം, അതിനൊരു മിനിറ്റ് മുൻപ് ഞാൻ നിന്നെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഫുൾ പവർ എടുത്ത് പൊരിഞ്ഞ് അട്ടിയിട്ടി ബഹളം ഫൈറ്റ് ചെയ്ത് അവർ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് തെറിച്ച് വീഴും. ഗോഹാനാണെങ്കിൽ വലിയ പവർ അവൻ നേരെ ഉപയോഗിക്കും. അത് കണ്ട ബൂ ആണെങ്കിൽ മറ്റൊരു പവർ ഉപയോഗിച്ച് അതിനെ പ്രിവെന്റ് ചെയ്ത് പൊട്ടിത്തെറി ഉണ്ടായി രണ്ട് ഭാഗത്തേക്ക് തെറിച്ച് വീഴും. എങ്കിൽ ഒരു ബോൾ പോലെ ഇപ്പോ ഗോഹാൻ നേരെ ഉരുണ്ട് വരികയാണ്. ഗോഹാൻ ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ മുഖത്ത് കിക്ക് ചെയ്യും. അവനും കാലും അടക്കി ഗോഹാനെ കിക്ക് ചെയ്ത് രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് പോകും. ഇത്താനാണെങ്കിൽ നമ്മുടെ ഡണ്ടയോട് ചോദിക്കും, നീ അവിടെ നടക്കുന്ന ഫൈറ്റൊക്കെ കാണുന്നില്ലേ? നീ സത്യത്തിൽ ഭൂമിയിലേക്ക് വന്ന ഏലിയൻ അല്ലേ? അതിന് ഡണ്ട പറയും, ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ്, എനിക്ക് ആ ഫൈറ്റ് കാണാം. സെയ്റ്റാൻ ആണെങ്കിൽ ഹായ് ആയിട്ട് അവനോട് ചോദിക്കും, നീ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാനാണ് വേൾഡ് ചാമ്പ്യൻ സെയ്റ്റാൻ. അത് കേട്ട് ഡണ്ട ആണെങ്കിൽ വണ്ടർ അടിക്കും. ഇവിടെ ബൂ ആണെങ്കിൽ ഗോഹാനോട് പറയും, നീ എന്റെ പവർ അത് മെഷർ ചെയ്യാണല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം, നീ അതുകൊണ്ടാണ് നിന്റെ ഫുൾ പവറിൽ എന്നോട് ഫൈറ്റ് ചെയ്യാത്തത്. ഇവിടെ ഗോഹാനാണെങ്കിൽ കൺട്രോൾ പോവും. ലോഡ് ബ്രെയിൻ നിന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഒരുപാട് നേരം നിനക്കത് ഉപയോഗിക്കാൻ കഴിയില്ല ബൂ. ഒരു കാരണവശാലും നീ ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഗോഹാൻ അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ബൂ ആണെങ്കിൽ അവന്റെ തലയിലെ ആ ഒരു വാൽ ഉപയോഗിച്ച് ഗോഹാനെ പിടിച്ചു വലിച്ച് കറക്കി ദൂരേക്ക് എറിയാണ്. അടുത്ത നിമിഷം അവന്റെ നേർക്കൊരു വലിയ പവർ കൂടെ ഇപ്പൊ ബൂ വിക്ഷേപിക്കും. ഡണ്ടയാണെങ്കിൽ വിളിച്ചു പറയും ആ പവറിനെ കുറിച്ച്. പക്ഷെ ഗോഹാന് മാറാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അത് അവന്റെ അടുത്തേക്ക് വന്ന് പൊട്ടിത്തെറിക്കുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ അത് കണ്ട് വല്ലാതെ ഷോക്കാവും. ഗായാണെങ്കിൽ ഗോകുവിനോട് പറയും, കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗോഹാൻ ഇപ്പോ ബോവിനെ കഴിഞ്ഞ് പവർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റപ്പാപ്പനാണെങ്കിൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് പ്രത്യേകിച്ചൊന്നും പറയാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഗോഹാൻ ആണെങ്കിൽ ആ ഒരു പൊട്ടിത്തെറിയുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവന്റെ മുകളിലായിട്ട് ബൂ ഒരു വലിയ പവർ ക്രിയേറ്റ് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നതായിട്ട് കാണാം. അല്പം ഭയന്ന ഗോഹാൻ ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അവന്റെ ഫുൾ ശക്തി ഉപയോഗിച്ച് ആ ഒരു പവറിനെയും ചെറുത്ത് നിൽക്കുകയാണ്. പക്ഷെ ആ പൊട്ടിത്തെറി കണ്ട് ഇപ്പൊ ഡണ്ടയാണെങ്കിൽ ഗോഹാന്റെ പേര് ഉച്ചത്തിൽ വിളിക്കും. അവനാണെങ്കിൽ ഗോഹാൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം അത് കൂടി വരികയാണ്. ഇവിടെ ബൂ ആണെങ്കിൽ ഗോഹാന്റെ അടുത്തേക്ക് വരും. അത് പിക്കലോടെ പവറായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടോ? ഇവിടെ പവറിനൊപ്പം ഞാൻ എന്റെ പവറും കൂടെ അല്പം കൂട്ടിയെന്ന് പറയുന്ന ആ ഗ്യാപ്പിൽ ഗോഹാൻ ആണെങ്കിൽ അവനെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അത് തിരിച്ചറിഞ്ഞ ബൂ ആണെങ്കിൽ കറങ്ങിപ്പോയി അവന്റെ കൈ ഉപയോഗിച്ച് ഗോഹാനെ ഇടിച്ച് പുറകിലേക്ക് തെറിപ്പിച്ച് കളയുകയാണ്. ഇനി എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഗോഹാൻ. കൗണ്ട് ഡൗൺ അത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പൊ അവന്റെ വായിൽ നിന്ന് ഒരു ഡൗളിനെ അവൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. സെയ്റ്റാൻ ആണെങ്കിൽ ഷോക്കാവും, ഇവിടെ എന്താ നടക്കണേ? അവനവന്റെ വായിൽ നിന്ന് ഒരു ഭൂതത്തെ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഡെൻഡ ആണെങ്കിൽ അവനോട് പറയും, എന്നോടൊന്നും ചോദിക്കണ്ട, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ആ ഭൂതമാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഗോഹാന്റെ പിന്നാലെ പോവാണ്. അതുകൊണ്ട് ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും, ഗോഹാൻ ടച്ച് ചെയ്യാൻ ശ്രമിക്കരുത്, ടച്ച് ചെയ്താ അത് നിന്നെ പൊട്ടിത്തെറിപ്പിക്കും. ഇവിടെ ഗോഹാൻ ആണെങ്കിൽ അതിനെ ഓരോ ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് അതിനെ അടിച്ച് തെറിപ്പിക്കാൻ ശ്രമിക്കും. അത് ഗോഹാന്റെ കയ്യിൽ തട്ടേണ്ട താമസം അതങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ബ്രിങ്കായ ആണെങ്കിൽ ഭയത്തോടുകൂടെ പറയും, ഗോഹാന്റെ ഒരു പവർ പോലും എനിക്ക് ലഭിക്കുന്നില്ല, അവൻ എന്തോ സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സെയ്റ്റാൻ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും, എനിക്കൊന്നും സംഭവിച്ചില്ല, ആ പൊട്ടിത്തെറിയിൽ സേഫ് ആണെന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും അവന്റെ പട്ടിക്കുട്ടി അവനോടൊപ്പം ഇല്ല എന്നുള്ള കാര്യം അവൻ തിരിച്ചറിയുക. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ സൂം ചെയ്ത ഇവിടെ മാജിക് ബൂ അവനൊരു വലിയ പവർ വീണ്ടും ഗോഹാന് നേരെ അയക്കും. നിന്റെ പവർ ഇപ്പോഴും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ, നിന്റെ ഈ ഫോമിൽ ഫൈറ്റ് ചെയ്യാൻ യാതൊരു സുഖവുമില്ല, നിന്റെ റിയൽ ഫോം അതെന്റെ മുൻപിൽ കാണിക്കുന്നു പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.